ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഉച്ചക്കുള്ള ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ജാം ജൂമിൽ വന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, റമദാനൊക്കെ ആയില്ലേ. അപ്പം എല്ലാ സാധനങ്ങളും മുമ്പ് തന്നെ വാങ്ങി വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പ് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, സാധനങ്ങൾ ചിലപ്പോൾ മറന്നു പോവും. പിന്നെ ഇപ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ ആരും അങ്ങനെ വാങ്ങിത്തരാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പം നമ്മൾ തന്നെ നടക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു സാധനം റിട്ടേൺ കൊടുക്കണ്ടായിരുന്നു കേട്ടോ ജാം ജൂമിൽ ഞാൻ മുമ്പ് വാങ്ങിയത്. അപ്പോൾ അതവിടെ കൊടുത്തതിന് ശേഷം ഞാൻ ആ സാധനങ്ങൾ മേലെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. കപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ കണ്ടാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വാങ്ങാറുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ ആയിട്ട് അങ്ങനെ വാങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അതിനൊക്കെ കാണാനുള്ള ഭംഗിക്കനുസരിച്ച് റേറ്റും കൂടും. പിന്നെ ഇങ്ങനെയുള്ള പോട്ടുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ പോട്ട് കാണാൻ നല്ലൊരു അട്രാക്ഷൻ കളറാണ്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വെറുതെ നോക്കിയതാ കേട്ടോ, ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ഗ്ലാസ്സുകളും ഇങ്ങനെയുള്ള ഒരു പോട്ടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ കുറേയൊക്കെ സാധനങ്ങൾ മേലെ നിന്ന് എടുത്തതിന് ശേഷം താഴേക്ക് പോവുകയാണ്. പിന്നെ താഴെയാണ് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സെക്ഷൻ. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എന്താണ് ഏതാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഓരോ സെക്ഷനിലെയും സാധനങ്ങൾ എങ്ങനെയാണ്, നമുക്ക് ഏതൊക്കെ ആണ് വേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും കേട്ടോ. നമ്മളിപ്പോൾ അരിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാതരം അരികളും വാങ്ങാണ്. പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പയറ് വർഗ്ഗങ്ങൾ അങ്ങനെ അങ്ങ് യൂസ് ചെയ്യൂലല്ലോ നോമ്പിൻ്റെ ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ സോപ്പ്, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ വേണ്ടത് ഫ്രൂട്ട്സാണ്. അത് പിന്നെ എപ്പോഴും നമ്മൾ വാങ്ങുന്നതല്ലേ, പിന്നെ നോമ്പൊക്കെ അടുപ്പിച്ച് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നോമ്പിനായിട്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ബില്ലിംഗ് സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പം എല്ലാവിധ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തീരുന്നതിനനുസരിച്ച് നമുക്ക് പോയിട്ട് വാങ്ങുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ സാധനം ഇങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കുറേ അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. അത് തീരുമ്പം വീണ്ടും പോയിട്ട് വാങ്ങാം, അങ്ങനെ കേട്ടോ വിചാരിക്കുന്നത്. ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഭയങ്കര കട്ടിയില്ലാത്ത നൈസ് പരിപ്പാണിത്. ഇത് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലുകൊണ്ടായി കിട്ടും കേട്ടോ. ഇനി കുക്കറിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ തിളപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു പരിപ്പാണത്. പിന്നെ ഇതാ നട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഒരു കുപ്പിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഞാനിങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാണ് കേട്ടോ ഇട്ട് വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് പാചകത്തിൻ്റെ സമയത്ത് ഈ ഒരു ബോക്സ് മാത്രം അങ്ങ് എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി, പിന്നെ അങ്ങനെയുള്ള അർജൻറ്റ് സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെക്കും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അല്ലാതെ ഒരു കുപ്പികളിലാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടും കയ്യിലുകൊണ്ടും ഒക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഇടുന്നതിലും നല്ലത് ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ അതിലാക്കിയിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ചെന്ന് വീഴുന്നുണ്ട് കേട്ടോ. നമ്മളെ പൊടികളൊക്കെ എവിടെയും പുറത്തൊന്നും ആവുന്നില്ല. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ അല്ലാതെ സ്പൂൺ കൊണ്ടൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ പൊടികൾ. അപ്പോൾ ഇങ്ങനെ പേപ്പർ വെച്ചിട്ടിട്ടപ്പോൾ നല്ല സുഖമായി. നമുക്ക് ബോട്ടിലേക്കും ഇങ്ങനെ ഇടുമ്പോൾ എളുപ്പത്തിലിടാൻ കഴിയുന്നുണ്ട് കേട്ടോ. എത്ര ചെറിയ ബോട്ടിലാണെങ്കിലും ഇങ്ങനെ പേപ്പർ വെച്ചിട്ടിടുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതാ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മൾ ജീരകപ്പൊടി, ഏലക്കാപ്പൊടി അതൊക്കെ പിന്നെ അല്ലാതെല്ലാം എടുക്കുള്ളൂ. ഗരം മസാല ഇതിലിട്ട് വെക്കും കേട്ടോ. അപ്പം നമുക്ക് ഒരു കറിക്കുള്ള ഏകദേശ സാധനങ്ങൾ ഇതിലങ്ങ് ഒതുങ്ങുമല്ലോ. അപ്പോൾ അതൊരു എളുപ്പ വഴിയാണ് കേട്ടോ എനിക്ക് പാചകത്തിൽ.
സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബോട്ടിലൊക്കെ വേഗം തന്നെ അവിടുന്ന് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ പരന്ന് കിടക്കും. പിന്നെയാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് പിന്നെ ഉലുവ, ജീരകങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കഴുകി ഉണക്കിയ ബോട്ടിലാണ് കേട്ടോ. ഇത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ബോട്ടിലൊക്കെ ഫുള്ളാക്കിയിട്ട് സാധനങ്ങൾ വെക്കാൻ ഭയങ്കര രസമല്ലേ, ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ. പിന്നെ ഇങ്ങനെയുള്ള ബോട്ടിൽ തന്നെ നമ്മൾ ജീരകങ്ങൾ, അങ്ങനെയുള്ള ഏലക്കാപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബിരിയാണി മസാലയാണ്. ഞാൻ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. നമ്മൾ ഉണ്ടാക്കിയ ഗരം മസാല എടുക്കാറുണ്ട്, പക്ഷേങ്കിൽ ഈ ഒരു ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനായാലും ഉമ്മയായാലും ഒക്കെ ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചിലവർ ബോട്ടിലൊന്നും ഇടൂല, ഇങ്ങനെ കവറിൽ കൊണ്ടുപോയിട്ട് ഒറ്റൊരു ബോട്ടിലാക്കിയിട്ട് അവിടെ വെക്കും, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കും കേട്ടോ. അതെനിക്ക് കാണുമ്പോൾ എന്തോ പോലെ ആവും കേട്ടോ. ഇങ്ങനെ ഓരോ ബോട്ടിലും ഓരോ സാധനങ്ങൾ നിറച്ച് വെച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ സ്പൂൺ കൊണ്ട് ഇടുമ്പോഴുള്ള ഒരു സുഖമൊന്നും നമുക്ക് കിട്ടൂല. കാരണം നല്ലൊരു മാനസികമായിട്ട് തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ. നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബോട്ടിലെടുത്തിട്ട് അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ അതിലേക്ക് ഇടുന്ന ഒരു സുഖം എന്തായാലും ഒറ്റ ബോട്ടിലാക്കി വെച്ചിട്ട് ഇങ്ങനെ കവർന്നെടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു സുഖം കിട്ടൂല. ഇപ്പോൾ ഓയിലുകളായാലും തന്നെ ചിലർ ബോട്ടിലേക്കൊന്നും ആക്കി വെക്കൂല, അങ്ങനെ അവിടെ വെക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ. എനിക്കിങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. നല്ല വൃത്തിയുള്ള വീട്, വൃത്തിയുള്ള പരിസരം ഒക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ തരിക. അപ്പോൾ കഴിയുന്നതും നമുക്കാകുന്നത് പോലൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക കേട്ടോ നമ്മളെ വീടും പരിസരങ്ങളൊക്കെ. പറ്റൂല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമ്മളാളെ വിളിച്ചെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയായി കിടക്കുമ്പോൾ നല്ലൊരു സന്തോഷം സമാധാനമാണ്. പിന്നെ അതാ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇങ്ങനെ നിരന്ന് സാധനങ്ങളൊക്കെ ഫുള്ളായി നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്ത ജോലികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നോക്കും, കുറച്ച് ഇങ്ങനെ നല്ല രസമുണ്ടോ, എന്താ സ്ഥിതി, എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കും. പിന്നെ കുറച്ച് ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഈ ബോട്ടിലേക്കാക്കി വെച്ചതാണ്. ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് നമ്മളെ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ. നട്ട്സ് ആയാലും ഈത്തപ്പഴമായാലും ഒക്കെ നമ്മളൊന്നും നാശമായി പോകില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള പാത്രങ്ങളിലേക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള പാത്രങ്ങളിലും ബോട്ടിലും ഒക്കെ ആക്കി വെക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ജ്യൂസ് അടിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാനതിന് വേണ്ടിയിട്ട് തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു കഷ്ണം, ഇത്രയുള്ളൊരു കഷ്ണം എടുത്താൽ നമുക്ക് ഒരു 5 ഗ്ലാസോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജ്യൂസർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇങ്ങനെ ചെത്തിയിടുക കേട്ടോ. അതിൻ്റെ കാമ്പ് ഫുള്ളും ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ മതി. അപ്പോൾ പിന്നെ വേഗം അങ്ങ് താന്ന് പോയിക്കോളുമല്ലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ജാറ് നിറച്ച സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വേഗം റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ചേർക്കും. അപ്പോൾ അതാ ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ താഴെ വീണ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മൾ കട്ടി ആക്കിയ പാലാണ് കേട്ടോ. ഇപ്പോൾ സാധാ പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ കട്ടിയുള്ള പാലുണ്ടായിരുന്നു, അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അടിച്ച് നമ്മൾ പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് തുറന്ന് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് തന്നെ ആയിരിക്കും. നമുക്ക് റമദാനൊക്കെ വരികയല്ലേ. പിന്നെ സ്ട്രോബെറി ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് മേലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കസ്കസാണ് ഉണ്ടായിരുന്നെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണത്. ഈ ജ്യൂസ് നല്ല ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നിന്നപ്പോഴാണ് നമ്മളെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ, കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാൾ വന്നിരുന്നു കേട്ടോ, മെക്കാനിക്ക്.
അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം നോക്കി നിൽക്കുകയൊക്കെ ചെയ്ത് പിന്നെ ജ്യൂസൊക്കെ കഴിച്ചതാണല്ലോ എല്ലാവരും. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.